ഇന്ന് ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അനസ് മുസ്ലിയാർ തന്നെ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്ലാഹ് മാസികയിൽ വന്ന പരാമർശത്തെ വ്യക്തമായി ന്യായീകരിക്കുന്നത് കേട്ടോളൂ. ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാനാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മൾ നടന്ന മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടുള്ള മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറയുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ടിങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാല് അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷപ്പിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാതെ പറയുന്നത് കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കേട്ടില്ലേ നിങ്ങള്? വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, എവിടെയോ ഉള്ള ജിന്നോ എവിടെയോ ഉള്ള മലക്കോ കേൾക്കട്ടെ എന്നല്ല, ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ആരൊക്കെ ഉദ്ദേശിച്ച് ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇത് പ്രാർത്ഥനയല്ല, ഇത് പ്രാർത്ഥനയാണെന്ന് അമ്പലക്കടവ് പൈസ പറഞ്ഞപ്പോ കളവ് എന്നാ ആര് പറഞ്ഞത്? അനസ് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് സത്യം എന്നാ. അമ്പലക്കടവ് പറഞ്ഞ സത്യമാണെന്നാ ഇപ്പൊ പറയണത്. അതിൽ പ്രാർത്ഥന ഉണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. അത് മാറ്റി പറയണമെന്ന്. ഈ ക്ലിപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെ നമ്മൾ യോഗം കൂടി തീരുമാനിക്കാണ് അതിൽ പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ? ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാര് ആ വിഷയത്തെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ സുഹൃത്തുക്കളെ, അത് വ്യക്തമായിട്ട് പറഞ്ഞു. അനസ് മൗലവി പറഞ്ഞു, നിങ്ങളത് കോട്ടിമാട്ടാണ്, അതിൽ പ്രാർത്ഥന അല്ല. ഇപ്പൊ അനസ് മൗലവി പറഞ്ഞ എന്താണെന്നറിയോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അതിൽ തെളിവില്ലാന്നേ ഞങ്ങൾ ന്യായീകരിച്ചിട്ടുള്ളൂ. ജബ്ബാർ മൗലിയ എഴുതിയതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോ എന്താ പറഞ്ഞത്? ഇത് നിലനിൽക്കിയ കളവ് പറയാ. മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ. ഇപ്പൊ പറയാ ആരാ മലക്കുണ്ട് എന്ന് പറഞ്ഞ്, ആരാ ജിന്നുണ്ട് എന്ന് പറഞ്ഞ്, മനുഷ്യൻ മാത്രമാണ് അവിടെ ഉദ്ദേശം. എന്നാ പിന്നെ ഇതൊരു വാർത്തയാണോ? ഒരാളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് എന്നിട്ട് വഴിതെറ്റിയിട്ട് വണ്ടിയേരിയോന്ന് വിളിച്ച്, അങ്ങനെ വിളിക്കണം എന്നാ ഭദ്രമാ സലഫി പറയുന്നത്. അങ്ങനെ വിളിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് കൈ പിടിച്ച് രക്ഷപ്പെടുത്തി എങ്കിൽ അതൊരു വാർത്തയാണോ? അത് രേഖപ്പെടുത്തണോ കിതാബില്? പിൽക്കാലത്ത് ഇങ്ങനെ അച്ചടിച്ചു വന്ന കിതാബിലൊക്കെ തലമുറയായി പഠിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ മലക്കോ ജിന്നോ അവിടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവർ അമൽ ചെയ്തത്. സുഹൃത്തുക്കളെ, ഈ യായിബാദുള്ളയെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും പറയുന്നത് കേട്ടോളി നിങ്ങൾ. അനസ് പറയാണ്, എവിടുന്നാ കിട്ടിയത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ,
അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒയ്ബിയായത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഒരു വാചകം കിട്ടിയതുപോലെ ഇത് എത്ര കൊല്ലം മുമ്പ് മുജാഹിദിൽ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇവര് പണ്ടേ ചോദിക്കണ്ടേ? പണ്ടേ ഇവര് ചോദിക്കാണ്ട് ഈ ചോദ്യം എന്ത്? യാ ഇബാദല്ലാ എന്നില്ലേ അമറിയ ഹാജറ ബീവി. ആ ഹാജറ ബീവി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രീൽ അവിടെ വന്ന് നിന്നപ്പോ അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അറീസ് അറീസ് എന്ന് ചോദിച്ചില്ലേ? അന്ന് മുതൽ മുജാഹിദ് മറുപടി പറയാം. വീണ്ടും ഇവർ ചോദിക്കും, സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നുകൾ ഉണ്ടായിരുന്നില്ലേ? സുലൈമാൻ നബി ചോദിച്ചില്ലേ അവരോട്, അയ്യൂക്കും ആരാണ് അർശിങ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ? ഇവര് പണ്ടേ ചോദിക്കണേ. അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല, അന്ന് ശബാബിൽ ഒന്നൊരു ചോദ്യമുണ്ട്, ഇതേ ചോദ്യം തന്നെ. 1983 ആ കാലയളവ് 90-ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം. ആ ചോദ്യോത്തരം തൗഹീദ് പ്രാർത്ഥന, തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്ക്, അവിടെയുണ്ട് ഇത്. ഈ വാചകം കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയത ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ കിട്ടും. അതിൽ വരെ മുജാഹിദുകൾ കൃത്യം. അപ്പൊ മുജാഹിദുകൾ പണ്ടേ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാ മൂപ്പര് പറയണത്. ഇതൊരു പുതിയ വിഷയമല്ല. യാ ഇബാദല്ലാ എന്നില്ലേ എന്ന് എതിരാളികൾ ചോദിക്കും. വിജനപ്രദേശത്ത് വെച്ച് എന്നാൽ അഗീസ് അഗീസ് എന്ന് സഫാ മർവക്കടയിലൂടെ ഓടി അവസാനം മർവയിൽ കയറിയപ്പോഴേ കാണുന്നില്ല ഹാജറ ബീവി. ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോ ആ ശബ്ദത്തോടായി തിരിഞ്ഞിട്ട് നീ എന്നെ സഹായിക്കൂന്ന് പറഞ്ഞില്ലേ? സുലൈമാൻ നബിയുടെ മുമ്പിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്തിട്ടില്ല. ഇതിലൊക്കെ മുജാഹിദുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും പ്രാർത്ഥന അല്ല, അതൊന്നും അഭൗതിക മാർഗത്തിലുള്ള സഹായതട്ടല്ലാന്ന് എതിരാളികൾക്ക് പണ്ടേ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ അനസ് മൗലവി ഇപ്പൊ പറയാണ് അവിടെ ഹാജറാബി പറഞ്ഞതും ശിർക്കാണ്, ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാലും ശിർക്കാണ്, സുലൈമാൻ നബി ജിന്നുകളോട് വല്ലതും ചോദിക്കുകയോ പറയോ ചെയ്ത് അതും ശിർക്കാണ് എന്ന്. അതിന് മറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കീഴ്പ്പെടുത്തി കൊടുത്തു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ മൂപ്പര് പിന്നെയും പറയുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് നമ്മളൊരു സക്കരിയ സലാഹി കൊണ്ടുവന്ന ചർച്ചയാണോ? 2007 ഏപ്രിൽ വന്നതിനു ശേഷം ഞങ്ങൾ ജബ്ബാർ മൗലവിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടില്ല. ശിർക്കാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തോ? കൊടുത്തില്ല. മാത്രല്ല അനസിനെ ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. അനസ് അതിന് പ്രാർത്ഥന ഇല്ല. ജബ്ബാർ മൗലവി കുറച്ചേരം സംസാരിച്ചു, അനസിന് ബോധ്യമായി. അപ്പൊ മൗലവിന്റെ വീട് എന്ന തുറക്കൽ അങ്ങോട്ട് മേലോട്ട് കയറി പോണം. അവിടെ നിന്ന് എയർപോർട്ട് ശരിക്ക് കാണാം. അപ്പോൾ പോയിട്ട് പ്ലെയിൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ എനിക്ക് ഖഫാ തീർന്നു, എനിക്ക് അതിനെക്കുറിച്ച് അവ്യക്തത ഉണ്ടായിരുന്നു, അത് തീർന്നു. അങ്ങനെ ബോധ്യമായി ഒരു പ്രാർത്ഥന ഇല്ലാണ്. എന്തിനു മൂപ്പർ അതിനെ വെച്ച് പ്രസംഗിച്ച് നടക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, അദ്ദേഹം അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന 2009 ആലപ്പുഴ ചന്ദ്രൂരിൽ വെച്ച് അനീഫ് കായക്കൊടി അടക്കമുള്ളവർ ജബ്ബാറിന്റെ സ്റ്റേജിൽ ന്യായീകരിക്കുകയാണ്. കേട്ടോളൂ. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതെ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ
ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അപ്പൊ ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അബ്ദുൽ ജബ്ബാർ മൊളി 2009 പോലും ന്യായീകരിച്ച് സംസാരിക്കാണ്. അതിൽ പ്രാർത്ഥന അല്ല, അതൊരിക്കലും അല്ലല്ലാത്ത പ്രാർത്ഥിക്കണമെന്ന് രേഖയല്ല. ജബ്ബാർ മൊഴി എഴുതിയതിൽ ശിർക്കില്ല. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ ആളുകൾ ഇപ്പൊ പറയാണ് 2012 പറയണതിൽ ശിർക്കുണ്ട്. അപ്പൊ കൂട്ടരെ നമ്മൾ നേരത്തെ ശിർക്കില്ല എന്ന് പ്രസംഗിച്ചാല് അതിന് നമ്മൾ തൗബ ചെയ്താൽ മതി. എങ്ങനെയുണ്ട്? ഇവര് രണ്ടാള് തൗബ ചെയ്തോണ്ട് ഈ കാലഘട്ടം വരെയുള്ള ഈ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതല്ലേ ഇത്? നമ്മൾ മാത്രം പറഞ്ഞതാണോ? ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എന്ന് പറഞ്ഞിട്ടാ പറയണത്. ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്നോ മലക്കൊണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ തേടാൻ പാടില്ല, ഒരു സഹായം ചോദിക്കാൻ പാടില്ല. ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. പക്ഷെ അത് ശിർക്കാവൂല. ശിർക്കാവൂല എന്ന് പറഞ്ഞത് ശിർക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആരൊക്കെ ശിർക്ക് ചെയ്തു? ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഇമാം ബൈഹഖി സാലിഹീങ്ങളായ അന്നത്തെ പണ്ഡിതന്മാർ ശിർക്ക് ചെയ്തു എന്നാണ് എഴുതി വെച്ചെന്ന് പറയേണ്ടി വരും. ഇമാം തൊബറാനി ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരെ മൗഖൂഫായത് റിവായത്ത് അദ്ദേഹം വരെ എത്തുന്ന സനദ് ഹസനാണെന്നാ പറയുന്നത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാക്കായിട്ട് അതിനെ പരിഗണിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ഇത്ര ഗുരുതരമായ ഒരു ആപത്തിലേക്കാ അത് പോണത്. ഇപ്പൊ ഇവർ പറയാണ് എന്തിനാ ഇമാം അഹമ്മദ് ചെയ്തത് പറയണത്, എന്താ ഇമാം ബൈഹഖിന്റെ കാര്യം പറയുന്നത്? അവരൊന്നും ചെയ്തത് ശിർക്കല്ല. അവരൊക്കെ ഈ ഹദീസ് സഹീഹാണ് എന്ന് വിചാരിച്ചാ ചെയ്തത്. നമുക്ക് ആ ഹദീസ് സഹീഹല്ല എന്ന് പിൽക്കാലത്ത് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതനുസരിച്ച് അമൽ ചെയ്യണ്ട. അപ്പൊ നമ്മൾ വിജനപ്രദേശത്ത് ചെന്നാൽ എന്താ വിളിക്കേണ്ടത്? യാ അല്ലാഹ് എന്ന് വിളിക്കണം, യാ റഹ്മാൻ എന്ന് വിളിക്കണം, യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്. ഈ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല. ഇമാമിങ്ങൾ ചെയ്തതുപോലെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ഇമാമിങ്ങൾക്ക് ആ ഹദീസ് സഹീഹാണെന്ന് തോന്നി, ഒരു ഹദീസ് ദഈഫാണെന്ന് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടാൽ ഏത് ഇമാം അതനുസരിച്ച് അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതിൽ മാതൃകയില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഇതാണ് ലോക സലഫി പണ്ഡിതന്മാരുടെ നിലപാട്. നിങ്ങൾ നോക്കൂ, ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ ഹദീസിനെ കുറിച്ച് ചോദിച്ചു. സുഇല ശൈഖുനാ അൻ ഹദീസ് യാ ഇബാദല്ലാഹ് യഹ്ബിസു അൽ ജവാബ് മഹല്ലു നളരിൻ ഫീ സിഹ്ഹതിഹി. അത് സഹീഹാണോ എന്ന കാര്യം ആലോചിക്കേണ്ടതുണ്ട്. സഹീഹാണെന്ന് പറയാൻ പറ്റൂല. വഖദ് യകൂനു മിനൽ മലായിക വമിൻ മുഅ്മിനി അൽ ജിൻ. അവിടെ ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളോ മുസ്ലിം ജിന്നുകളോ ആയിരിക്കാം. വഹാഉലാഇ ഹാളിറൂൻ. അവർ അവിടെ ഹാജരായിട്ടുണ്ട്, പ്രസന്റ് ആയിട്ട് അവിടെ ഉണ്ട്. വലൈസ ദുആഅൻ ലിഗായിബിൻ. അതുകൊണ്ട് ഇതൊരിക്കലും തന്നെ മറഞ്ഞവരോടുള്ള ദുആ അല്ല, പ്രാർത്ഥനയല്ല. ഇത് ശൈഖ് ഇബ്നു ബാസ് എഴുതിയതാ. അപ്പൊ അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിച്ച ആളാവില്ലേ സുഹൃത്തുക്കളെ? ഇതുപോലെ ഈ സംഗതിയെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾ നോക്കൂ, അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ അൽ ബറാഹീനുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ, എല്ലാം ഖുറാഫികൾക്ക് മറുപടിയാണ്, അതിൽ അദ്ദേഹം പറയാണ് ലൈസ ഹുവ മിൻ ജിൻസിൽ ഇസ്തിആനത്തി ശിർക്കിയ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത അങ്ങനെയുള്ള കാര്യത്തിൽ സഹായം ചോദിക്കൽ ഇതിലില്ല. അതുകൊണ്ട് ശിർക്കിയായ സഹായതേട്ടം ഇതിലില്ല. അദ്ദേഹത്തിന്റെ മറ്റ് അല്ലാമ അഹ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഈസ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അർറദ്ദു അലാ ശുബ്ഹാത്തിൽ മുസ്തഈനീന ബിഗൈരില്ലാഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബാദം മിനൽ മലായികത്തി ഔ സാലിഹി അൽ ജിന്നി. മലക്കുകളിൽപ്പെട്ട അല്ലാഹുവിന്റെ അടിമകൾ അല്ലെങ്കിൽ സ്വാലിഹായ ജിന്നുകൾ. അശൈഖ് സുലൈമാൻ ബിൻ സഹ്മാൻ അദ്ദേഹത്തിന്റെ സവാഇഖുൽ മുർസല ശിഹാബിയ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഇമ്മാ മുസ്ലിമു അൽ ജിന്നി ഔ മലായികത്തു മുകല്ലമൂൻ. ഒന്നുകിൽ മുസ്ലിം ജിന്നുകൾ അല്ലെങ്കിൽ മലക്കുകൾ. ഇതുപോലെ പല ഗ്രന്ഥങ്ങളിലും ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2004 ഞാൻ മണ്ണാർക്കാട് മറുപടി കൊടുത്തത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതിയും അത് തന്നെയാണ് അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയും ന്യായീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ അധ്യാപകൻ അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹത്തോട് 2009 കുട്ടികൾ ചോദിച്ചു ജാമിയയിൽ നിന്ന്. മൂപ്പര ജിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, മൂപ്പര സ്പെഷ്യൽ ജിന്ന് ക്ലാസ് ജാമിയയിൽ എടുത്തപ്പോൾ വേറെ ആർക്കും ക്ലാസ് എടുക്കാൻ പാടില്ല, മൂപ്പര് ജിന്ന് തന്നെ അവിടെ പറ്റുള്ളൂ. അങ്ങനെ 2009 മൂപ്പര് ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കാമോ?
അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യാ ഇബാദല്ലാ ഐനുനി എന്ന ഹദീസിനെ പറ്റി അല്ല കുട്ടി ചോദിക്കുന്നത്, കുട്ടിയുടെ തത്വം ചോദിക്കുകയാണ്. വിജനമായ സ്ഥലത്തുനിന്ന് വിളിച്ചാ ജിന്ന് സഹായിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോ മടവൂരികൾ പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്ന്. എന്താ പറഞ്ഞത്? മുമ്പൊക്കെ നമ്മൾ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ സഹായം തേടലാണ് പ്രാർത്ഥന എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ ജിന്നിന്റെ വിഷയം വന്നപ്പോ സൃഷ്ടികളെ കഴിവിന് അതീതം എന്ന് മാറ്റി പറഞ്ഞു എന്ന് മടവൂരികൾ പറയുന്നുണ്ട്. അവരോട് എന്താണ് മറുപടി പറയുക? ഇതാണ് കുട്ടിയുടെ ചോദ്യം. ആ ചോദ്യവും അതിന് അബ്ദുറഹ്മാൻ സലഫി കൊടുക്കുന്ന മറുപടിയും 2009 കേട്ടോളൂ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്. പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങൾ, ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. കണ്ടോ? മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാലും സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥത്തിലാണ്. പരസ്പര വൈരുദ്ധ്യമല്ല. മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യനോട് അതിന്റെ കഴിവിൽപ്പെട്ട ചോദിക്കാവൂ, അതിലപ്പുറം ചോദിച്ചാൽ പ്രാർത്ഥനയാവും. അപ്പൊ ജിന്നോ മലക്കോ ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് ചോദിച്ചെങ്കിൽ പ്രാർത്ഥനയാവൂല. ഏതൊരു സൃഷ്ടിയോടും അതിന്റെ കഴിവിന് അപ്പുറത്തുള്ളത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായത് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്. അത് സൃഷ്ടികളോടാവുമ്പോ ശിർക്കായി. കണ്ടില്ലേ? ഇതാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇനി കേട്ടോളൂ. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. അപ്പൊ മനുഷ്യ കഴിവിന് അതീതം എന്നതും സൃഷ്ടികളുടെ കഴിവിന് അതീതം പരസ്പര വിരുദ്ധമല്ല. അങ്ങനെ പ്രചാരണം മടവൂരികൾ നടത്താറുണ്ട്. ഇപ്പൊ നമ്മളെ നവമടവൂരികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത്? സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നാണ്. എങ്ങനെ? അമ്പലക്കടവ് പൈസ പറഞ്ഞപ്പോ ഞാൻ ഇതിന് മറുപടി കൊടുത്തു. ഇതാ ഈ പുസ്തകം, അമ്പലക്കടവ് പൈസയുടെ അന്തം കെട്ട ചോദ്യങ്ങൾ. അഹ്ലുസുന്ന ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ്. നിങ്ങൾക്ക് ഷാഫി സലാഹി ബന്ധപ്പെട്ടതിൽ കിട്ടും. ഈ കെ വിഭാഗം നമ്മളെ സംബന്ധിച്ച് ജിന്ന് വിഷയത്തിൽ നമ്മോട് 25 ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് വാദിച്ചപ്പോൾ ഈ ഉള്ളവൻ അതിന് ഇസ്ലാഹ് മാസിയിൽ മറുപടി എഴുതി. 25 മറുപടി കൊടുക്കുകയും ചെയ്തു. ഒരു 50 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തില് സൃഷ്ടികളുടെ കഴിവിന് അതീതം എന്നത് നമ്മൾ പുതുതായി കൊണ്ടുവന്നതല്ല എന്ന് വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. 1944 ഇറങ്ങിയ അത്തൗഹീദ് എന്ന അബ്ദുൽ ഖാദർ മൗലവിയുടെ പുസ്തകം കണ്ണൂർ. രണ്ടാമത്തേത് 1950 നമ്മുടെ MCC അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 1950 MCC അബ്ദുറഹ്മാൻ മൗലവി ഖുറാഫികൾക്ക് എഴുതി കൊടുത്തത് അതിലുണ്ട്. പിന്നെ 25 കൊല്ലം മുമ്പ് നടന്ന കൊട്ടപ്പുറം സംവാദത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവി അതിലൊക്കെ സൃഷ്ടികളെ കഴിവിന് അതീതം എന്നാ പറഞ്ഞിട്ടുള്ളത്. പുതുതായി ഉണ്ടാക്കിയതല്ല. ഇപ്പൊ 80 ചെറിയമുണ്ട് എഴുതിയിൽ ഞാനത് വായിച്ചു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയേണ്ടതില്ല എന്നാണ് ആര് പറയുന്നത്? അബ്ദുറഹ്മാൻ സലഫി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെന്നാ. അതുകൊണ്ട് അത് നിർത്തി പറഞ്ഞു തരുന്നത്. കേട്ടോളൂ. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ മിൻ ഹൈസു ലാ തറൗനഹും ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹുന്ന.
നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവര്. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാൾ മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക, അപ്പോൾ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ആരൊക്കെ? മലക്കാണ്, ജിന്നാണ്, മനുഷ്യനാണ്, അല്ലെങ്കിൽ മറ്റയാളാണ്, അതും വിചാരിക്കാം. അപ്പൊ മലക്കും ജിന്നോയിലുണ്ട്, മറക്കരുത്. എന്നാൽ ഈ വിളിച്ച ആളോ? ബാക്കി പറയട്ടെ. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്? അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫലത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫലത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് അന്നഹൂക്കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബി റിജാലിൻ മിനൽ ജിന്നി, ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. എന്നാൽ ഈ വിളിക്കുന്നത് ഇത് വല്ല ജിന്നും ഉണ്ടെങ്കിൽ ആ ജിന്ന് സഹായിക്കട്ടെ എന്നുള്ള നിലക്ക് ജിന്നിനോടാണ്. അങ്ങനെ നിയ്യത്ത് വെക്കാനൊക്കെ ആർക്കെങ്കിലും ഒഴിവുണ്ടാകുമോ? ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പേടിയാണ് നേരത്ത് ജിന്നിനെ നിയ്യത്ത് വെച്ചിട്ട് ജിന്നിന്റെ സഹായം കിട്ടാൻ. അപ്പൊ അതൊക്കെ കുറച്ച് അതിശയോക്തിപരമായ പ്രയോഗങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. അപ്പൊ മുമ്പ് ആദ്യം പറഞ്ഞു, ഈ വിളിക്കുന്നത് ആരെയാണ്? മലക്കാണ്, ജിന്നാണ്, മനുഷ്യനാണ്, മരിച്ചവരാണ്, അങ്ങനെ പലതും വിചാരിക്കാം. പക്ഷെ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നത് അവർ സഹായിക്കട്ടെ എന്നാണ്. പിന്നെ സഹായം ആയിരുന്നൊക്കെ കിട്ടും, മലക്കളിത് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചോദിച്ചിട്ടൊന്നും വേണ്ട, ചോദിക്കാതെ തന്നെ കിട്ടുന്നതാണ്. നമ്മളെ കാക്കാൻ വേണ്ടി അള്ള മലക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജാഹിലിയ കാലത്തുള്ളവർ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഭയം തേടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ രീതിയിലേക്കോട്ട് പോകാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ കിട്ടി? മലക്കും ജിന്നും തന്നെ ആകാം ഉദ്ദേശം എന്നല്ലേ അതുകൊണ്ട് വരുന്നത്. അതൊന്നുകൂടി വ്യക്തമായി മൂപ്പര് ജിദ്ദയിൽ വെച്ച് പറയുന്നുണ്ട്. ആ ക്ലിപ്പ് കൂടി കേൾക്കുമ്പോ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഈ ക്ലിപ്പ് നമ്മൾ ഇട്ടപ്പോ മൂപ്പര് പറയുന്നത്, അവിടെ ഞാൻ മലക്കിനെ ജിന്നെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനെയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? ആദ്യം ഉദ്ദേശിക്കുന്ന കൂട്ടത്തില് മലക്കാണ്, ജിന്നാണ്, മരിച്ചവരാണ് പലതും വിചാരിക്കാം. പക്ഷേ ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത്? പിന്നെ മലക്കിനെയും ജിന്നിനെയും കാര്യം പിന്നെയും പറഞ്ഞു. അപ്പൊ അതിന് കിട്ടണ എന്താ? ഞാൻ മനുഷ്യനെയാണ് ഉദ്ദേശിച്ചത് ഇപ്പൊ പറഞ്ഞാൽ പോരല്ലോ, അന്നാണ് പറഞ്ഞൂടെ? ആ കുട്ടിന്റെ ചോദ്യം എന്താ? കുട്ടിന്റെ ചോദ്യം മനുഷ്യനെ വിളിച്ചാൽ കേൾക്കോ? ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നാണോ? അല്ലല്ലോ. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന വിശ്വാസം ശരിയാണോ? ശരിയല്ല. അങ്ങനെ വിളിച്ചാൽ ശിർക്കാണ്. കഴിഞ്ഞില്ലേ? 1/2 മിനിറ്റ് മതി മറുപടി. പിന്നെ എന്തിനാ ഇതൊക്കെ വിശദീകരിച്ചത്? എന്തിനാ ഇപ്പൊ വിശദീകരിച്ചത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് മുജാഹിദ് പണ്ഡിതന്മാര് സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ഹദീസ് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇസ്ലാഹ് മാസിയിൽ യാഇബാദത്ത് എന്നുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അബ്ദുറഹ്മാൻ സലഫി ഹദീസ് പറഞ്ഞോ? ആ കുട്ടി ഹദീസ് ചോദിച്ചോ? ഇല്ലല്ലോ. ഹദീസ് പറയാതെ തന്നെ ആ ഒരു തത്വം, ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സലഫി ഉലമാക്കൾ എഴുതിയിട്ടുള്ള തത്വം, ആ തത്വമാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ സംസ്കാരത്തിന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മലക്കിനെയും ജിന്നെയും ഉദ്ദേശിച്ച് വിളിച്ചാൽ ശിർക്കാണ്, മനുഷ്യരെ ഉദ്ദേശിച്ചുകൊണ്ട് യായിബാത്തെന്ന് വിളിച്ചാൽ ശിർക്കാവൂല എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ തെൽബീസ്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു 4 കൊല്ലം കഴിഞ്ഞിട്ട് പറയാ, അതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ സുതാര്യമായി വിശദീകരിക്കുന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രീതി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പറയുന്നെന്താ അറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ പുറത്താക്കിയിട്ട് എനിക്ക് കൗൺസിലിൽ അപ്പീൽ കൊടുക്കാൻ പോലും സമയം തരാതെ
കൗൺസിലിനിടയിൽ 3 മുഖാമുഖങ്ങൾ നടത്തി. ഒന്ന് കൊടുവള്ളി, ഒന്ന് എടവണ്ണ ജാമിയ, ഒന്ന് ബുസ്താൻലുലും. അത് മറക്കരുത്, ഈ 3 മുശ്രിക്കാക്കൽ സമ്മേളനങ്ങളാ. മുജാഹിദ് പ്രവർത്തകരെ ശിർക്ക് ആരോപിക്കുന്ന ഈ 3 സമ്മേളനങ്ങളും പങ്കെടുത്ത ആളാണ് TP. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജക്കരിയ വിശദീകരിച്ചപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഇങ്ങനെ കളവ് പറയാൻ മനുഷ്യന്മാർക്ക് എങ്ങനെയാ സാധിക്കണത്? സുഹൃത്തുക്കളെ, ആ മുശ്രിക്കാക്കൽ സമ്മേളനത്തിൽ എടവണ്ണ വെച്ച് നടന്ന മുശ്രിക്കാക്കൽ സമ്മേളനത്തിൽ രാത്രി 12:30 മണിക്ക് എന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കാണ്. അദ്ദേഹം പ്രസംഗിക്കണത് കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം കാട്ടി ഈ ജിന്നുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് തെളിവുണ്ടാക്കുന്നത്. മുഹദ്ദിസേ ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞിട്ട് വളരെ വയലന്റ് ആയിട്ട് മൂപ്പര് സംസാരിക്കാണ്. നിങ്ങളൊന്ന് കേട്ടോളി. മഞ്ചേരി മൂപ്പര് കരഞ്ഞത് കേട്ടിട്ട് ചില ആൾക്കൊക്കെ കണ്ണീര് വന്നാണ്. ആരാണ് അബ്ദുറഹ്മാൻ സലഫി എന്ന് മനസ്സിലായിക്കോളി. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. നല്ല സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റിയ ആളാ. കണ്ടില്ലേ നിങ്ങള്? ഇയാളിപ്പോ കുപ്പായിട്ട് നടക്കണത്. ഇയാളെ പെണ്ണിയൻകുട്ടി മൗലവി ഇങ്ങനെ പൊക്കി എല്ലാ യോഗത്തിലും ഇപ്പോ അബ്ദുറഹ്മാൻ സലഫിന്റെ മൗലൂദ മൂപ്പരെ പണി. അയാളെങ്ങനെ പ്രശംസിക്കുക. മൂപ്പരെ കാണുമ്പോ ഇയാളും പ്രശംസിക്കും. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കല. അതൊക്കെ രാഷ്ട്രീയക്കാരെ ശൈലിയാ. ഇരിക്കട്ടെ, ഇയാൾ പറഞ്ഞോ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കാൻ ആരാണോ നിന്നെ പഠിപ്പിച്ചത്? അപ്പൊ ഇവിടെ ആരൊക്കെയോ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണം എന്ന് പറയുന്നുണ്ടെന്ന് വരുത്തി പച്ച കള്ളം. ഒരൊറ്റ റിപ്പോർട്ട്, ഒരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പറ്റുമോ? മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണമെന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതന്റെ, ഒരു പ്രബോധകന്റെ, ഒരു പ്രസംഗത്തിന്റെ ശകലം, ഒരു ലേഖനത്തിന്റെ ശകലം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കോ? പച്ച കള്ളം പറഞ്ഞിട്ട് പരിപാവനമായ ജാമ്യയുടെ ക്യാമ്പസിൽ വെച്ചിട്ട് ആളില്ലാത്ത കുറച്ച് ഗോളടിക്കുക. രാത്രി 12:30 നിഴൽ യുദ്ധാണ്. കൊണ്ടുപാടാ അങ്ങോട്ട്. ആരുമില്ലല്ലോ, ഒറ്റക്കല്ലേ. എന്താ വെല്ലുവിളി കണ്ടോ? ചീറാണ്. അപ്പൊ മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കണം എന്ന് ആരൊക്കെയാ പറഞ്ഞു? എന്നിട്ട് ചില ഏപ്പിമാര് പറയാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാന്റെ അടിമക്ക് അല്ല പോരെ, നമുക്ക് മരുഭൂമിന്ന് അല്ല മതി. അപ്പൊ മരുഭൂമിന്ന് അല്ല പോരാന്ന് നമ്മൾ ആരോ പറഞ്ഞു. KV അബ്ദുൽ ലത്തീഫ് അലി ക്ലാസ് എടുക്കുക. എന്താ മരുഭൂമിയിൽ എന്താ അള്ളാഹ് സഹായിക്കാൻ കഴിയൂലേ? അല്ല കൊയങ്ങിയോ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനൊരു കൂട്ടർ ഇപ്പൊ കുത്തുബയിലും കൂടി അതാ. ആദിൽ ലത്തീഫ് എന്ന് പറഞ്ഞിടത്തുണ്ടല്ലോ, പുതിയ ISM ഉണ്ടാക്കുമ്പോ കുപ്പായിട്ട് നടക്കുക മൂപ്പര് കൊടിയങ്കുന്നുമ്പോ കഴിഞ്ഞ ആഴ്ച അതാണ് ആലോചിച്ചു. യാ ഇബാദല്ലാഹ്. നമ്മള് നിച്ചിന്റെ ആളുകൾ ഇതിലേക്ക് ഇറങ്ങൂലെന്ന് നമ്മൾ വിചാരിച്ചത്. കാരണം പൊതുവായി എല്ലാവരും സഹായ സഹകരണങ്ങളോട് അമുസ്ലിങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു വിഭാഗമാണുള്ളത്. അതിൽ പെട്ടവർ വരെ ഈ മുശ്രിക്കാക്കൽ പ്രശ്നത്തിലേക്ക് ഇറങ്ങിക്കുക. ശിർക്കാരവത്ത് ഇറങ്ങുക തന്നെ. കോഴിക്കോട് അവൻ യോഗത്തിനുണ്ടല്ലോ, ആളുകൾക്ക് പോകാൻ തന്നെ മടി. കാരണം എന്താ? ഇത് ഒരു ഗ്രൂപ്പിന്റെ ഒരു ഹിഡൻ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. നിച്ചിനെ പോലെയുള്ളൊരു ദഅവത്ത് ഈ പ്രസ്ഥാനം അതിലേക്ക് നിന്നു കൊടുക്കുന്നത് ഒരിക്കലും മുജാഹിദുകൾ പൊറുപ്പിക്കൂല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നിച്ച് പ്രവർത്തിക്കുന്നത്. എന്നിട്ടൊരു ഗ്രൂപ്പിന്റെ ഹിഡൻ അജണ്ടക്ക് നിന്നു കൊടുക്കുകയോ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. ഏതായാലും ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ പറയുന്നത് എന്താ അറിയോ? എവിടെ വെച്ചോ അള്ളാനെ വിളിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നു. എന്നിട്ട് നബിയോട് ചോദിക്കാണ്, അന്ത മുഹമ്മദ്, നീയാണോ മുഹമ്മദ്? അതെ. ഫഇലാമത്തദഉ, എന്തിലേക്കാണ് താങ്കൾ ക്ഷണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഹദ, ഞാൻ ഏകനായ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ അല്ലാഹു ആരാണെന്നോ? മൻ ഇദാ കാന ബിക ദുർറുൻ ദഅവതഹു കശഫു അൻക, നിനക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ ആ അല്ലാഹുവിനോട് നീ പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ ദുരിതം നീക്കിത്തരും. വമൻ ഇദാ അസാബക ആമു സനത്തിൻ ഫദഅവതഹു അംബത ലക, നിനക്ക് ഒരു കൊല്ലം വറുതിയുടെ കൊല്ലമായി, വരൾച്ചയുടെ കൊല്ലമാണെങ്കിൽ ആ അല്ലാഹുവിനോട് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ചെടികൾ മുളപ്പിച്ചു തരും, സമൃദ്ധമായി വിളവുണ്ടാവും. വമൻ ഇദാ കുന്ത ഫീ അർളി ഖഫ്രിൻ ഫഅദ്ലൽത, നീ ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ നിന്റെ വാഹന മൃഗം വഴിതെറ്റിപ്പോയി, എന്നാൽ ഫദഅവതഹു, ആ റബ്ബിനെ നീ വിളിച്ചാൽ റദ്ദ അലൈക, നിന്റെ വാഹന മൃഗത്തെ നിനക്ക് കൊണ്ടുവന്നു തരും, അല്ലെങ്കിൽ നിന്നെ യഥാർത്ഥ വഴിയിലേക്ക് അല്ലാഹു മടക്കി തരും. റജുൽ, ഇത് കേട്ടപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിവരണം കേട്ടപ്പോ അയാൾ മുസ്ലിമായി. അപ്പൊ വിജന പ്രദേശത്ത് നമ്മൾ എന്താ വിളിക്കേണ്ടത്? യാ അല്ലാ, യാ റഹ്മാൻ എന്നാ വിളിക്കേണ്ടത്, അല്ല മണ്ടിയേരിയോ എന്നല്ല വിളിക്കേണ്ടത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളി സുഹൃത്തുക്കളെ. ഇനി യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന കാള്ള ഹദീസും പിടിച്ച് കാള്ളത്തരം പറഞ്ഞ് നടക്കുന്നത് ആരാണ്?
ആരാണോ നിന്നെ പഠിപ്പിച്ച മുഹദ്ദിസ് എന്നാ ചോദിക്കണത്. ആരാ ചോദിക്കത്? അബ്ദുറഹ്മാൻ സലഫി ചോദിക്കാണ്. എന്നോടുള്ള ചോദ്യം. ഇന്നിപ്പോ മൂപ്പർ മുഹദ്ദിസ് അയച്ചിട്ടിരിക്കണം. അബ്ദുസ്സലാം സ്വലമി ഹദീസ് പണ്ഡിതനാന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ പുറത്തു പോയാൽ ഈ ഹദീസ് പഠിച്ചോലൊക്കെ എങ്ങനെ ആദർശത്തിന് പുറത്തു പോകുന്ന വരുത്തണം. സക്കരിയ സലാഹിന്ന് പനസ് മുസ്ലിയാർ പറയലില്ല. സക്കരിയ മൗലവി, CM മൗലവി, ചേകനൂർ മൗലവി, ആ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി അതൊക്കെ നമുക്ക് തിരിയും ഇൻഷാ അല്ലാഹ്. അതൊക്കെ മുജാഹിദ് കേരളം തിരിച്ചറിയും. യാതൊരു പ്രശ്നമല്ല ഇൻഷാ അല്ലാഹ്. ഒക്കെ ഞങ്ങൾ നേരിടുക ചെയ്യും റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ. അപ്പൊ സുഹൃത്തുക്കളെ, യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന ഹദീസിനെ സംബന്ധിച്ച് തന്നെ ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോ ആരാണ് കള്ള ഹദീസും പിടിച്ചിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് ജിന്നുകളെ വിളിക്കാൻ വേണ്ടി ഹദീസ് പഠിപ്പിച്ച മുഹദ്ദിസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ചോദ്യം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക ആദ്യം. എന്റെ പേര് അബ്ദുറഹ്മാൻ, തിരുവനന്തപുരം സ്വദേശിയാണ്. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. അത് മറ്റു 2 പേരുടെ ചോദ്യങ്ങളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ഇവിടെ വരാൻ ധൈര്യം കാണിക്കാതിരിക്കുകയും ചെയ്ത 2 പേരുടെ 2 ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോ സലഫി സൂചിപ്പിച്ചതുപോലെ ഷിർക്കിന്റെ ഒരുപാട് വശങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും, എന്നാൽ ആ പ്രാർത്ഥന നേർച്ച മറ്റുള്ളവരോട് അർപ്പിക്കാൻ പാടില്ല എന്നും, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്തതെങ്കിൽ പോലും അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എങ്കിൽ KNM അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ലല്ലോ. വിഷയം പറയാൻ കാരണം, വിജനമായ സ്ഥലത്ത് വെച്ച് ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ അടിമകളെ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ആരുമായിക്കോട്ടെ, എന്നെ സഹായിക്കൂ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുകയില്ല എന്ന് മുജാഹിദിന്റെ നേതാവ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിവരിച്ചു എന്നും, മാത്രമല്ല അത് ഇബ്നു കസീർ അല്ലേ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല, ഇസ്ലാഹിൽ തന്നെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ ഇതിന്റെ എന്താണ് അടിസ്ഥാനം? ഇതിൽ ശിർക്കുണ്ടോ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. വിജനമായ പ്രദേശത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിമകളെ, യാ ഇബാദല്ലാ, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ, എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അയാൾ പ്രാർത്ഥനയായിട്ടാണ്, ചോദ്യകർത്താവിന് അത്ര പേരിലേ ഉണ്ടാവുള്ളൂ, വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവൂല എന്ന് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മാസികയിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അത് ശിർക്കാവോ? ശിർക്കാകുകയാണെങ്കിൽ KNM ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാകണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോ മുഹദ്ദിസ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാണ്. കണ്ടോളി, നമ്മുടെ മുഹദ്ദിസിനെ കണ്ടോളി, എല്ലാവരും സ്ക്രീനിൽ നോക്കിയാൽ കാണാം. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് അക്കമിട്ട മുമ്പിന് പറയാ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് ജിന്നിനെയോ മലക്കിനെയോ വിളിച്ച് ചോദിച്ചാൽ അതിൽ ശിർക്കുണ്ടോ എന്നാണ്. അത് ശിർക്കുണ്ട്, വിളിക്കാൻ പാടില്ല എന്ന് ഖലാസ്, ഒറ്റ മറുപടിയുള്ളൂ. 1/2 മിനിറ്റ് മതി. മുബര് വിവരിക്കാൻ. എന്താ വിവരിച്ചത്? ദുആ ആണോ അത് ശിർക്കാണ്. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, തിമിംഗലാകട്ടെ, അങ്ങനെ പറയും മുബര്. ഏതായാലും ദുആ ആണെങ്കിൽ അത് ശിർക്കാണ്. യാ ഇബാദല്ലാഹ് എന്ന് ഒരു ദുആ ആയിട്ട് അള്ളാഹു ചെയ്യാൻ പഠിപ്പിക്കുകയില്ല. അങ്ങനെ പഠിപ്പിക്കുന്നു വിചാരിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്ത്? പ്രാർത്ഥനയല്ല. അതെന്നെ ചെറിയമുണ്ടോ നേരത്തെ പറഞ്ഞത്? വിളിക്കുക, ക്ഷണിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. യാ ഇബാദ് എന്ന് പറഞ്ഞാൽ അത് അടിമകളോട് പ്രാർത്ഥനയല്ല. ചെറിയമുണ്ടോ പറഞ്ഞ അതേ മറുപടി തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇതിൽ പ്രാർത്ഥനയില്ല. ഇനി അടുത്തത് രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽക്ക്
അൽബാനി അടക്കമുള്ള ആളുകൾ